ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഒരു ഹൊറർ മൂവിയുടെ കഥ കേട്ടിട്ട്. പിന്നെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ? ഗർഭിണിയായിട്ടുള്ള തന്റെ ഭാര്യയും കൊണ്ട് നമ്മുടെ കഥാനായകൻ അവന്റെ പഴയ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീടെല്ലാം വിറ്റ് കുറച്ച് കാശൊക്കെ ആകിയിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് എല്ലാം ചെയ്ത് ജീവിക്കാനായിട്ട്. എന്നാൽ അവൻ ചെയ്ത ആ ഒരു കാര്യം ഒരുപാട് വലിയ അബദ്ധമായി പോവാണ്. അതായത് ഗർഭിണിയായിട്ടുള്ള അവന്റെ ഭാര്യയെ ഒരിക്കലും ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനേ പാടില്ലായിരുന്നു. അതിന്റെ പിന്നിൽ ആ നാട്ടിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പൈശാചികമായിട്ടുള്ള കാര്യങ്ങളും. എന്തൊക്കെയാണത്? നമുക്ക് നേരെ കഥയിലേക്ക് പോയിട്ട് തന്നെ അത് മനസ്സിലാക്കാം. അപ്പൊ പോവല്ലേ കഥയുടെ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ രാത്രിയിൽ ഒരു പെൺകുട്ടി വല്ലാത്ത വേദനയെടുത്ത് പെടഞ്ഞുകൊണ്ട് നിരത്ത് വീഴാണ്. അവൾ ഓൾറെഡി ഗർഭിണിയായിരുന്നു. ഇനിയിപ്പോ പ്രസവ വേദന വന്നതായിരിക്കും? ഒരിക്കലുമല്ല. കാരണം അവളുടെ കഴുത്ത് പിടിച്ചുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേദനയെടുത്ത് കരഞ്ഞ് കരഞ്ഞ് അവസാനം അവളുടെ ബോധം നഷ്ടമാകുകയാണ്. അധികം വൈകിയില്ല, അവളുടെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖവും വ്യക്തമായിട്ട് ഇപ്പൊ നമ്മളെ കാണിക്കുകയാണ്. അതൊരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു സാധാരണ മുഖമായിട്ടോ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, പാമാലി. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നടക്കുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ ഉള്ളൊരു കാര്യം ഇപ്പൊ കാണിക്കുകയാണ്. നമ്മൾ ആരംഭത്തിൽ കണ്ടത് നമ്മുടെ കഥാനായികയായിട്ടുള്ള പെൺകുട്ടിയെ തന്നെയാണ്. ഇപ്പൊ ഹീറോയിനും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡും കൂടെ ഒരു നാട്ടിലേക്ക് വരികയാണ്. 20 വർഷങ്ങൾക്ക് മുന്നേ ഹീറോ ഈ ഒരു നാട്ടിൽ നിന്നും പോയതാണ് കേട്ടോ. കാരണം പട്ടണത്തിലാണ് ജോലി, അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്, അവിടെയാണ് താമസിക്കുന്നത്. എന്തായാലും 20 വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായിട്ടുള്ള ഭാര്യയും കൊണ്ട് ഇങ്ങോട്ടേക്ക് അവന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്തായാലും മലമുകളിലുള്ള അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ കയറി പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്, ഒരു ഗ്രാമം തന്നെയായിരുന്നു അത്. ഇങ്ങോട്ടേക്ക് വരാൻ ഒരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതായത് ഹീറോയ്ക്ക് അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാമത്തിൽ പരമ്പരയായിട്ട് കിട്ടിയ ഒരു സ്വത്തുണ്ട്. എങ്ങനെയെങ്കിലും അതൊന്ന് വിൽക്കണം, കുറച്ച് കാശാക്കണം. എന്തായാലും പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് എത്തി. ഇവരെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ചോ എന്നാണ് അവന്റെ പേര്. അപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് 20 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരാനൊക്കെ തോന്നിയത്? ഇപ്പൊ നമ്മുടെ ഹീറോ കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുപോലെ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് കടങ്ങളും ഉണ്ട്, പിന്നെ ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, ഇതിനൊക്കെ കാശ് ആവശ്യമില്ലേ? അപ്പോ ഞങ്ങളുടെ ആ ഒരു സ്ഥലവും വീടൊക്കെ ഒന്ന് വിൽക്കണം എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾക്ക് ഉണ്ട് എന്നിപ്പോ ഈ ചോയോട് നമ്മുടെ ഹീറോയും പറയാണ്. ഇപ്പൊ ചോ പറയാണ്, അതിനെന്താ വീട് വെക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ വീട് വെക്കണമെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല വൃത്തി വേണ്ടേ? ഞാനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം അതിന്റെ ചുറ്റുപാടും ആ ഒരു വീടൊക്കെ. ഇപ്പൊ അങ്ങോട്ടേക്ക് ഈ ചോയുടെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ മുത്തശ്ശി നമ്മുടെ ഹീറോയിൻ അങ്ങനെ നോക്കി നിൽക്കാണ്. അവള് ഗർഭിണി കൂടിയാണല്ലോ. വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഇപ്പൊ ഈ ഒരു മുത്തശ്ശി പറയാണ്, മോളെ സന്ധ്യാനേരത്ത് അധികം പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കണ്ട കേട്ടോ. ഈ സ്ഥലം ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് അത്ര നന്നല്ല. എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്. എന്നാലും ഇവര് നേരെ ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇപ്പൊ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയ സമയത്ത് അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ വിളിക്കാനാണ്? ഒരുമാതിരി വിജനമായിട്ട് കിടക്കുന്ന നമ്മുടെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞതുപോലെ വിജൃംഭിച്ച സ്ഥലം. ഇപ്പൊ ഹീറോ അവന്റെ ആ ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്ക് അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ആ റൂമിന്റെ ജനലിലേക്ക്. കാരണം അത് അവന്റെ ചേച്ചിയുടെ മുറിയായിരുന്നു. ഇവിടെ വെച്ച് അവൻ എന്തോ ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മളെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ വീട്ടിൽ തന്നെ അതേ മുറിയിലായിരുന്നു നമ്മുടെ ഹീറോയുടെ ചേച്ചി താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇപ്പോ അവളുടെ അച്ഛൻ വരികയാണ്. അവളെ ചീത്ത പറയാണ്. കാരണം സന്ധ്യാനേരത്ത് അവളുടെ നഖം മുറിക്കാൻ നോക്കുകയാണ്. ഇപ്പൊ അച്ഛൻ വന്ന് ചീത്ത പറയാണ്, മോളെ നമ്മളിൽ ആരും രാത്രിയാകുമ്പോൾ ഇങ്ങനെ നഖം വെട്ടാറില്ല. അതുപോലെ തന്നെ നിന്റെ ഭർത്താവ് പട്ടാളത്തിലല്ലേ, നീ ഈ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇങ്ങനെ അശുഭമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അത് വെറുതെ ദുർനിമിത്തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ കാരണമാവും. അതുകൊണ്ട് മോളെ ഒന്ന് ശകാരിച്ചുകൊണ്ട് ഈ അച്ഛൻ നേരെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. എന്നാ അവന്റെ ചേച്ചിയാണെങ്കിൽ എന്താണോ ചെയ്തത് ആ ഒരു പരിപാടി തന്നെ ചെയ്യാണ്. നഖം ആ രാത്രിയിൽ തന്നെ വെട്ടുകയാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അതുപോലെ തന്നെ ചോ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, ഇവര് 3 പേരും കൂടെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ചോ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം മോശാവസ്ഥയിലായിരുന്നു. ഒരുപാട് വർഷമായില്ലേ ഈ വീടും പരിസരമൊക്കെ ഉപയോഗിച്ചിട്ട്. ഭയങ്കരമായിട്ടുള്ള കച്ചറയും കാര്യങ്ങളായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വയറൊക്കെ ആകെ ഡാമേജ് ആയി തോന്നുന്നു. കറണ്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ബൾബ് കത്തുന്നില്ല. അപ്പൊ ചോ പറയാണ്, സാറേ എങ്ങനെയെങ്കിലും ഈ ഒരു ദിവസം മാത്രം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു വിളക്കോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ട് നാളെ തന്നെ ഇലക്ട്രീഷ്യനുമായിട്ട് ഞാൻ വരാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലാന്ന് നമ്മുടെ ഹീറോയും രണ്ടുപേരും പറയാണ്. അതുപോലെ തന്നെ ഈ ചോ പോയി കഴിഞ്ഞപ്പോൾ ഇവര് പരിസരവും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോ അവന്റെ ചേച്ചിയുടെ ആ ഒരു മുറി ഉണ്ടല്ലോ, അത് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ചാവി നോക്കുമ്പോൾ ചാവിയും കാണാനില്ല. അതുപോലെ തന്നെ വീടിന്റെ ആ ഒരു ബാത്റൂമും കാര്യങ്ങളും ഹീറോയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഒരുപാട് മുടി ഉണ്ടാവില്ലേ, അതുപോലെ ഒരു മൂലയ്ക്ക് ഒരുപാട് മുടികൾ കാണുകയാണ് ഈ ബാത്റൂമിലെ. അവള് വേഗം തന്നെ ആ ഒരു മുടിയെല്ലാം മടിച്ചു വാരിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് കൊട്ടയിലേക്ക് കൊണ്ടുപോയിടുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. വന്നു നോക്കുമ്പോൾ വീണ്ടും അത് അവിടെ നേരത്തെ പോലെ കെട്ടുകെട്ടായിട്ട് മുടി കിടക്കുകയാണ്. വീണ്ടും എവിടുന്നു ഇതിങ്ങനെ ഉണ്ടായി വരുന്നത് പോലെ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ അവളുടെ ഉള്ളിൽ വരികയാണ്. ഇതെങ്ങനെയാ, എവിടുന്ന് ഈ വരുന്നത്? എന്തായാലും പിന്നീട് വലുതായിട്ടൊന്നും മൈൻഡ് ആക്കാതെ അവൾ നേരെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നോക്കുമ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ട്. ജനലൊക്കെ ഇങ്ങനെ തുറക്കുക അടക്കുക, ഭയങ്കര ഒച്ചപ്പാടും ബഹളും. അതുകൊണ്ട് തന്നെ ആ ഒരു ജനൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് കൈ
കൈയിട്ട് അത് പിടിക്കാൻ നോക്കുമ്പോഴേക്കും ജനല് വേഗത്തിൽ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ കൈക്ക് ഒറ്റ അടിയടിയാണ്. അതിൽ അവളുടെ വിരലിന്റെ ആ ഒരു തുമ്പുഭാഗം ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, നഖെല്ലാം പൊട്ടിയിട്ടുണ്ട്, ഭയങ്കര വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെയിൽ കട്ടർ എടുത്തുകൊണ്ട് ആ ബാക്കി പൊട്ടിയ നഖം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പൊ ഹീറോ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഒരിക്കലും സന്ധ്യാ നേരത്ത് ഇതുപോലെ നഖം വെട്ടാൻ പാടില്ല. മുമ്പുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞത് ഇങ്ങനെ രാത്രിയിൽ മുടി വെട്ടുകയാണെങ്കിൽ എന്തോ ഒരു വലിയ ആപത്ത്, ഒരു ശാപം നമ്മുടെ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു ദുർനിമിത്തമാണ്. അപ്പൊ ഈ രാത്രിയിൽ നഖം വെട്ടണ്ട എന്നിപ്പോ ഹീറോയിന്റെ അടുത്ത് പറയാണ് കേട്ടോ. എന്ന് ഈ കാര്യത്തിലൊന്നും ഹീറോയിന് വലിയ വിശ്വാസമില്ല. പിന്നീട് രണ്ടുപേരും പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇനി ഇവരുടെ ലൈഫിൽ ആ ഒരു സാധനം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോയിൻ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്. ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ തന്നെയായിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നുണ്ട്. ആ ഫോട്ടോ മറ്റാരുടേതുമല്ല, നമ്മുടെ ഹീറോയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അവന്റെ ചേട്ടത്തിയുടെ ആ ഒരു ഫോട്ടോ ആയിരുന്നു. അതായത് കുറച്ചു മുന്നേ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കണ്ടില്ലേ, അതിലുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി തന്നെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഹീറോയുടെ ചേട്ടത്തി ഉണ്ടല്ലോ അവൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ തിരിച്ചു നടന്നു വരുന്ന സമയത്ത് ഫോട്ടോ എന്ത് ഇളകുന്നത് പോലെ നോക്കുമ്പോൾ ഫോട്ടോ ചെരിഞ്ഞു കിടക്കണം. കാറ്റ് തായതായിരിക്കും എന്ന് കരുതിയിട്ട് ഹീറോയിൻ അത് പഴയതുപോലെ തന്നെ ആക്കുകയാണ്. പിന്നീട് തിരിച്ച് അവൾ ആ റൂമിലേക്ക് തന്നെ പോകുമ്പോൾ അവന്റെ ചേട്ടത്തിയുടെ ആ ഒരു മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം, ഒരു പെൺകുട്ടി കരയുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങുകയാണ്. പതിയെ ഹീറോയിൻ ആ ഒരു മുറിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ ശബ്ദം ഇപ്പൊ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി ആ ഒരു ഡോറിൽ വെക്കുകയാണ്. എന്നാൽ ആ കരച്ചിലിന് പകരം ഇപ്പൊ കേട്ടത് ആ വാതിൽ ശക്തമായിട്ട് ടാക് 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 എന്നിട്ട് ആരോ തട്ടുന്ന ശബ്ദമാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഹീറോയിൻ ആകെ പേടിച്ചുപോയി പിന്നിലേക്ക് വീഴുകയാണ്. ഇവിടെ വെച്ച് നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ഹീറോ അവന്റെ ആ ഒരു ചേട്ടത്തി ഒരു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ മിലിറ്ററിയിൽ, അതായത് പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ആള് ഒരു യുദ്ധത്തില് ആ പട്ടാളക്കാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു വാർത്ത ഇപ്പോ അവളോട് വന്ന് പറയാണ്. ഒരുപാട് നേരം അവന്റെ ചേട്ടത്തി ഇരുന്ന് കരയുന്നുണ്ട്. ഇവിടെ വെച്ച് വീണ്ടും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രസന്റ് കഥയിലേക്ക് വരികയാണ്. അന്നേ ദിവസം രാത്രിയെല്ലാം കഴിഞ്ഞു. രാവിലെ ആയിട്ട് എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ ഹീറോയോട് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഇതുപോലെ വിചിത്രമായിട്ടുള്ള പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ പേടിയായി. മാത്രമല്ല ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ അതിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പെങ്ങളുടെ മുറിയിൽ വെച്ച് ഞാൻ ഒരാളുടെ കരച്ചില് കേട്ടു. അത് വ്യക്തമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെവി വെച്ച് നോക്കുമ്പോൾ ആരോ ചുമരിൽ അടിക്കുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കാണ്. ഞാൻ ആകെ പേടിച്ചുപോയി. ഇതെല്ലാം കേട്ടപ്പോൾ ഹീറോ പറയാണ്, അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും ഉള്ളത്? പിന്നെ ആരോ ചവിട്ടിയെന്ന് പറയുന്നില്ലേ, അത് മിക്കവാറും നിന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞ് ചവിട്ടിയതായിരിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ ഹീറോയിൻ പറയാണ്, നീ വെറുതെ തമാശ പറയാൻ നിൽക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്ക് എന്തായാലും ആ ഒരു മുറി തുറക്കണം, അത് കാണണം അതിന്റെ ഉള്ളിൽ എന്താണെന്ന്. അതായത് ഹീറോയുടെ ചേട്ടത്തിയുടെ ആ ഒരു മുറി തന്നെ. പക്ഷെ ചാവിയില്ല. അപ്പൊ ചാവി ഇവരിങ്ങനെ തപ്പി നോക്കുകയാണ്. അപ്പൊ കബോർഡിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിന് ഒരു ഫോട്ടോ കിട്ടുകയാണ്. പകുതിയേ ഉള്ളൂ. ആ ഫോട്ടോയിൽ ഹീറോയുടെ ചേട്ടത്തിയായിരുന്നു. അതുപോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കുടങ്ങളും ഇവർ കാണുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് ഹീറോയിന് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നുകയാണ്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങളുടെ ചേട്ടത്തി എന്താ സംഭവിച്ചത്? ഇപ്പൊ അവൻ പറയാണ്, എനിക്കറിയില്ല, ചേച്ചി മരണപ്പെട്ടു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു, അതിനുശേഷം എന്താ നടന്നത്, ഇതൊന്നും എനിക്കറിയില്ല. ഇതേ സമയത്തിന് ആ ഒരു ചോന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ ഒരു ഇലക്ട്രീഷ്യനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോ പൂജ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് ഉള്ളിൽ കണ്ടില്ലേ, ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിടുന്നത്. ഇതാര് കാണുകയാണ്? ചോന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ കാണുകയാണ്. അവനാകെ പേടിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അതേ സമയത്തിന് ഹീറോയിൻ ചെന്നിട്ട് നിനക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഒരുപാടൊന്നും അറിയില്ല, എന്നിരുന്നാലും ചില കാര്യങ്ങൾ അറിയാമെന്ന് ഈ ചോ പറയാണ്. എന്താണ് ആ ഒരു ചില കാര്യങ്ങൾ? അതായത് ഈ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ചില ദുഷ്ടശക്തികളെ അവരുടെ സേഫ്റ്റിക്കായിട്ട് അവരുടെ സംരക്ഷണത്തിനായിട്ട് അവർ പൂജിക്കാറുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, അതല്ല എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് അറിയേണ്ടത്. എന്നാൽ ചോ പറയാണ്, അവരെ കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ എന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ അറിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ആ ഒരു ചേട്ടത്തി ഉണ്ടല്ലോ അവര് നന്നായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ഇലക്ട്രീഷ്യൻ കറണ്ടും കാര്യങ്ങളൊക്കെ നേരാക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഹീറോ ഈ ചോയോട് ചോദിക്കണം, അല്ല ആ ഒരു ഡോർ ഇവിടെ ക്ലോസ് ആയി കിടക്കണം, അതിന്റെ ചാവി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഈ വാതിൽ തുറക്കാൻ പറ്റിയ ഒരു കാർപ്പൻറ്റർ അങ്ങനത്തെ ആരെങ്കിലും കിട്ടുമെന്ന് ഇവരോട് ചോദിക്കണം. എന്തായാലും നാളെ അങ്ങനെ ഒരാളെയും കൊണ്ട് വരാന്ന് ചോയും അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രീഷ്യനും പറഞ്ഞിട്ട് അവരിവിടുന്ന് പോവാണ്. എന്തായാലും ഇവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ രണ്ടുപേരും കൂടെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ ഒരു പണിയും ചെയ്യാൻ നിൽക്കണ്ട, പ്രഗ്നന്റ് അല്ലേ, നീ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നു. ഇനി ഇതൊന്നും വക വെക്കാതെ തന്നെ അവള് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ഹീറോ അവളോട് വേണ്ട അത് അവിടെ വെച്ചേക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഇതെന്താ ഇവള് ഒന്നും പറയാത്ത എന്ന് കരുതിയിട്ട് ഈ ഹീറോ ഉണ്ടല്ലോ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ഭാര്യ താണ്ടെ പുറത്ത് നിൽക്കുകയാണ്. അവനങ്ങ് ഞെട്ടിപ്പോയി. അപ്പൊ ഇത്രയും നേരം അവൻ വർത്താനം പറഞ്ഞത് സംസാരിച്ചത് ആരോടായിരുന്നു? ആ ഒരു അന്താളിപ്പില് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടെയുണ്ട്, നല്ലൊരു കഥ എഴുതുക. കഥ എഴുതാനായിട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അവന് തലയിൽ ഒന്നും വരുന്നില്ല. എന്നാൽ ഇതേ സമയത്തിന് മറ്റൊരു ഫ്ലാഷ് ബാക്ക് വീണ്ടും നമ്മളെ കാണിക്കുകയാണ്. അതായത് ഹീറോ അവന്റെ ആ ഒരു ചേട്ടത്തി ഉണ്ടല്ലോ മരിച്ചുപോയി എന്ന് പറയുന്നില്ലേ, അവളുടെ മുടി ഉണ്ടല്ലോ അവള് സ്വന്തം കട്ട് ചെയ്ത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ചേട്ടത്തിയുടെ അമ്മ, അതായത് ഇവരുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യമെല്ലാം കണ്ട് ആ
ഒരു സ്ത്രീ വല്ലാതെ നെഞ്ചുകൂട്ടി വിഷമിക്കുകയാണ്. കാരണം മകൾക്ക് എന്തോ മാനസികമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയല്ലോ, ആ ഒരു പട്ടാളക്കാരൻ. അതുകൊണ്ട് എന്തൊക്കെയാ എപ്പോഴൊക്കെയാ ചെയ്യാന്നുള്ള ഒരു പിടുത്തമില്ല. അതുപോലെ തന്നെ അവളിപ്പോ മുടിയെല്ലാം വെട്ടി കൊളാക്കിയിട്ട് അമ്മയോട് പറയാണ് എന്റെ ഹസ്ബൻഡ് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ വളരെയധികം സുന്ദരിയായിട്ട് ഇരിക്കണ്ടേ. മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് അമ്മയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടമാണെങ്കിൽ അച്ഛന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നത്. നിന്റെ പ്രാന്ത് ഞാനിന്ന് നിർത്തി തരാതെ പറഞ്ഞിട്ട് അവള് പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോയിട്ട് ആ റൂമിൽ അവളെ കെട്ടിയിടുകയാണ്. വെറും കെട്ടിയിട്ടില്ലല്ല, ചങ്ങല കൊണ്ട് അവളെ കെട്ടിയിട്ട് അവിടെ തന്നെ ഇട്ട് ലോക്ക് ചെയ്യാണ്. ആ ഫ്ലാഷ് ബാക്ക് വീണ്ടും കട്ടാവുകയാണ്. ഇപ്പൊ പ്രസന്റിലേക്ക് വരുന്നുണ്ട്. അർദ്ധരാത്രിയാണ് നമ്മുടെ ഹീറോയിൻ. അവൾ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവള് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് കിടന്നിരുന്ന അവളുടെ ഹസ്ബൻഡിനെ കാണാനില്ല. ഇപ്പൊ എഴുന്നേറ്റ് നോക്കുകയാണ്, ചുറ്റും നോക്കി അവിടെ എവിടെയില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റിനടിയിൽ ആരൊരാൾ കിടക്കുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. അവള് പതിയെ ബെഡ്ഷീറ്റ് മാറ്റി നോക്കി, എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടാകും, ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഇതിപ്പോ എവിടെ പോയി എന്ന് കരുതിയിട്ട് അവള് വീണ്ടും ആ ഒരു ബെഡിലേക്ക് വന്ന് കിടക്കുന്ന സമയത്ത് ഒരു കാര്യം കണ്ട് ശരിക്കും അവളൊന്ന് പതറിപ്പോകുന്നുണ്ട്. ഈ മരിച്ചാൽ ശവങ്ങളെ എങ്ങനെ കെട്ടിവെക്കുക? ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് തലയെല്ലാം കവർ ചെയ്തിട്ട് മൂക്കിലൊക്കെ ഒരു വെള്ള പഞ്ഞിയും വെച്ച് മുഖത്തൊക്കെ ഒരു വെള്ള നിറായിട്ട് അതേ രൂപത്തിൽ തന്നെ അവളുടെ ഹസ്ബൻഡ് ദാണ്ടെ ആ ഒരു ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. വിറച്ചുപോയി അവള് അലറിക്കരയാണ്. പെട്ടെന്നാണ് ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൾ എഴുന്നേൽക്കുന്നത്. പക്ഷെ എഴുന്നേറ്റെങ്കിലും അവളുടെ ഉള്ളിൽ ആ ഒരു പേടി മാറിയില്ല. കാരണം സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ തൊട്ടടുത്ത് അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല. ആ ഒരു പേടി കാരണം അവൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അതെന്താണെന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മ എഴുതിയ ഒരു ഡയറി ആയിരുന്നു. മാത്രമല്ല അത് വായിച്ചുകൊണ്ട് വളരെയധികം എമോഷണൽ ആയിട്ട് തന്നെ സ്വന്തം ഭാര്യയോട് സംസാരിക്കുകയാണ്. ചെറുപ്പത്തിൽ എന്റെ ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല ഈ ഒരു വീട്ടിൽ നിന്ന് പോകാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു താല്പര്യമില്ലായിരുന്നു. ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ അച്ഛനും അമ്മയോടും ഒരുപാട് തവണ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോളാം, എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ അവരെന്റെ ആഗ്രഹത്തിനൊന്നും ഒരു വില തന്നില്ല. രണ്ടുപേരും പലമായിട്ട് തന്നെ എന്നെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. എന്തിനാ എന്നെ അവരിങ്ങനെ കൊണ്ടുപോയതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഹീറോ ഈ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ ഭാര്യയോട് പറയുന്ന സമയത്ത് അവളും അവനെ സമാധാനിപ്പിക്കുകയാണ്. പോട്ടെ, കഴിഞ്ഞു പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ. എന്നാൽ ഹീറോയ്ക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ. ചേച്ചിയുടെ ആ ഒരു റൂം അതെന്തിനാണ് പൂർണ്ണമായിട്ടും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? അതിന്റെ ഉള്ളിൽ എന്താണ്? അതെനിക്ക് അറിയണം എന്നുള്ള ഒരു വല്ലാത്ത ത്വര തന്നെ. അതുകൊണ്ട് ആ ഒരു കാർപ്പന്റർമാര് അവര് വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഈ ജനലിന്റെ മുകളിലായിട്ട് എയർ ഹോൾ ഉണ്ടാവുമല്ലോ, അതിന്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കയറിയിട്ട് അതിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു കബോർഡ് കാണുകയാണ്. പെട്ടെന്ന് അത് തുറന്നുകൊണ്ട് ഒരു എലി പുറത്തേക്ക് വരികയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ വല്ലാതെ ഭയന്നുപോയി, പിടുത്തം വിട്ടുപോയി, നേരെ പിന്നിലേക്ക് വീഴാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാം. ഈ പഴയ പൈപ്പിന്റെ ഒരു കഷ്ണം കുത്തനെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഷാർപ്പായിരുന്നു. അപ്പോ അതിന്റെ ഇപ്പുറത്തേക്കാണ് നമ്മുടെ ഹീറോ ചെന്ന് വീണത്. അതിന്റെ മേലേക്കേറ്റാണെങ്കിൽ കഴുത്തിലൂടെ ആ ഒരു പൈപ്പിന്റെ കഷ്ണം തുളച്ച് കയറിയാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചോയും അതുപോലെ ആ ഒരു കാർപ്പന്റർ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ചോ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്ക്? ഞങ്ങൾ വരില്ല എന്തായാലും പുറത്തുള്ള ആ ഒരു കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വീട്ടിന്റെ ഉള്ളിൽ ബാത്റൂമിൽ നമ്മുടെ ഹീറോയിൻ അവൾ ഒറ്റയ്ക്കാണല്ലോ. മാത്രമല്ല അവളുടെ മുടിയെല്ലാം കുറച്ച് നീണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് വെട്ടി വൃത്തിയാക്കാനായിട്ട് അതിന്റെ തുമ്പും കാര്യങ്ങളൊക്കെ അവൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. അവളിങ്ങനെ മുടി വെട്ടിയിടുന്ന സമയത്ത് വേറെയും കുറെ മുടികൾ മുകളിൽ നിന്നും താഴോട്ടൊക്കെ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതേ സമയത്ത് തന്നെ പെഞ്ഞിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ തിണ്ണയുണ്ടല്ലോ, അതിന്റെ ഉള്ളിലൂടെ ഒരു കറുത്ത തല മുടിയെല്ലാം നീട്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുപോലെ എങ്ങാനും നിങ്ങൾ ബാത്റൂമിൽ പോയ സമയത്ത് ബക്കറ്റിന്റെ ബേക്കിൽ നിന്ന് ഇതുപോലെ ഒരാൾ ഒളിഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ പറ. ഞാനുള്ള കാര്യം പറയട്ടെ, എനിക്ക് ബാത്റൂമിൽ പോകേണ്ട വരില്ല. അത് കണ്ട സമയത്ത് പോകേണ്ടതൊക്കെ പോയിട്ടുണ്ടാവും. അമ്മാതിരി ഒരു സാധനമാണ് ആ ഒരു തിണ്ടിന്റെ പിന്നിൽ നിന്നും നമ്മുടെ ഹീറോയിനെ നോക്കിയത്. എന്നാൽ അത് അവള് കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പൈപ്പിന്റെ ഉള്ളിൽ നിന്നും വെള്ളം അങ്ങനെ വീഴാണ്. പൈപ്പ് തുറന്നിട്ടുമില്ല. ഇതെന്താ എങ്ങനെയെന്ന് കരുതിയിട്ട് പൈപ്പിന്റെ അടുത്തേക്ക് ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു വലിയ കണ്ണാടിയുണ്ട്. ഈ കണ്ണാടിയിലേക്കൊന്നും അറിയാതെ നോക്കിയപ്പോ തൊട്ട് പിന്നിൽ ദേണ്ടേ ഏതാണ്ട് ഒരാൾ നിൽക്കുന്നത്. ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു ചെറുത്താനും പിശാചി എന്ത് വേണമെങ്കിലും പറയാൻ വല്ലാത്തൊരു രൂപം കണ്ട് പേടിച്ച് നിലവിളിക്കുകയാണ് ഇപ്പൊ ഹീറോയിന്. വേഗം ബാത്റൂമിന്റെ പുറത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഭർത്താവിനോട് പറയാണ്, ഞാൻ സത്യമായിട്ടും പറയാ, നുണയല്ല, എന്റെ തോന്നലല്ല, ഞാൻ കണ്ടു, എന്തോ ഒരു രൂപത്തിന് ഞാൻ കണ്ടു എന്ന് തന്നെ അവള് പറയാണ്. അതായത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഈ കാര്യമൊന്നും ഹീറോയ്ക്ക് അത്ര വിശ്വാസമാവുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം കൂടെ നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ ഹീറോയിൻ പറയണം, എനിക്ക് പറ്റില്ല, ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. ഹീറോ പറയണം, നീ ഒരു ദിവസമെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിറ്റ് ഒഴിവാക്കി പോവാം. ഇതേ സമയത്താണ് ഇപ്പൊ വന്ന ആ ഒരു കാർപ്പന്റർമാര് അവർ ആ ഒരു വാതിൽ തുറക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഹീറോയുടെ ചേട്ടത്തിയുടെ ആ ഒരു മുറി. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി നോക്കുമ്പോൾ ആകെ കൂടി ഒരുമാതിരി അലങ്കോലായിട്ട് കിടക്കുകയാണ്. സാധനങ്ങളെല്ലാം ആകെ നാശമായിട്ട് ഭയങ്കരമായിട്ട് ഇതെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. എന്നാൽ ആ റൂമിൽ ഒരു ഭാഗത്തായിട്ട് ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതായത് അവനും അവന്റെ ചേട്ടത്തിയും കൂടെ ചെറുപ്പത്തിലെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത്. അത് കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ചേട്ടത്തിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ചേട്ടത്തിയെ വിട്ട് പോവേണ്ടിയും വന്നു. ഇവിടെ വെച്ച് നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുകയാണ്. അതായത് ഇവന്റെ
ചേട്ടത്തി ഒരിച്ചിരി മാനസികമായിട്ട് താളം തെറ്റി എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ അവളുടെ അച്ഛൻ, അതായത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞില്ലേ, അത് പിന്നീട് ചങ്ങല കൊണ്ടാണ് ബന്ധിപ്പിച്ചത്. ഒരുപാട് നാളുകൾ ആ ഒരു മുറിയിൽ തന്നെയായിരുന്നു അവള്. എന്നാൽ ഈ ചങ്ങല ഇതിങ്ങനെ ഇറങ്ങി അവൾക്ക് കാലും കൈയൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ദയനീയമായിട്ട് അവള് കരയാൻ തുടങ്ങുകയാണ്. ഭർത്താവ് മരിച്ചു. ആ ഒരു ഷോക്കിങ്ങിലൂടെ ചെറുതായിട്ട് മാനസിക നില തെറ്റിയ അവള് ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു ഭ്രാന്തിയെ പോലെ ആയി മാറിയിട്ടുണ്ട്. ഇതുപോലെ പൂട്ടിയിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൽ മിക്ക ഭ്രാന്തന്മാരുണ്ടാവുന്നത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ കെയറിങ്ങോ ഒന്നും കൊടുക്കാത്തതിന്റെ പേരിൽ. എന്തായാലും പാവം അവന്റെ ആ ഒരു ചേച്ചി അവളുടെ ആ ഒരു നിലവിളിയും ദയനീയമായിട്ടുള്ള ആ ഒരു കരച്ചിലും എരമ്പലൊക്കെ കേട്ട സമയത്ത് അവളുടെ അമ്മ തന്നെ സഹിക്കാൻ പറ്റാണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവളുടെ കാലിൽ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും നാളിതിങ്ങനെ കെട്ടിവെച്ചത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് മുറിഞ്ഞ് അത് പുണ്ണുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അവളുടെ അമ്മയ്ക്ക്, അതായത് ഹീറോയുടെ അമ്മയ്ക്ക് ഇത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ കരയാണ്. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ ഹീറോ അവന്റെ ചേച്ചിയുടെ ആ ഒരു മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ കിട്ടുന്നുണ്ട്. അതിൽ എന്തോ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ മുറി തുറക്കാൻ വേണ്ടി വന്ന ആ ഒരു കാർപ്പൻറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ചോ, ഇവർക്ക് ചായ കൊടുത്തിട്ട് അവരുടെ കൂടെ തന്നെ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ചോയെ നോക്കിയിട്ട് പറയാണ്, ചോ നിനക്ക് എന്തോ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയെ കുറിച്ച് എന്തോ ഒരു കാര്യം നിനക്കറിയാം, എന്തിനാ വെറുതെ അത് മറച്ചു വെക്കുന്നത്? ഉണ്ടെങ്കിൽ അത് എന്നോട് പറയടാ, ഞങ്ങൾ ഇവിടെയല്ല നിൽക്കുന്നത്. കുറെ നേരം നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ ചോ നമ്മുടെ ഹീറോയിനോട് ആ ഒരു കാര്യം പറയാണ്. എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ചേച്ചി, അതായത് നമ്മുടെ ഹീറോയുടെ ചേച്ചി എങ്ങനെയാ മരണപ്പെട്ടു പോയത് എന്ന്. ഒരുപാട് ദിവസം അവൾ അതുപോലെ ആ ഒരു റൂമിൽ പൂട്ടിയിട്ട സമയത്ത് അവളുടെ ദയനീയമായ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ഹീറോയുടെ അമ്മ തന്നെ ചെന്നിട്ട് ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തല്ലോ. അന്നേ ദിവസം അവരുടെ വീട്ടില് ഇവരുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അമ്മയും അതുപോലെ തന്നെ ആ ഭ്രാന്ത് പോലെ മാനസികം പോലെ ആയ ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയായിട്ട് ഈ മോളെ നോക്കിയിട്ട് അവൾ എവിടെയും കാണാനില്ല. അവളിങ്ങനെ വെറുതെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പൊ രാത്രിയായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഇവരുടെ അമ്മ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു മരത്തിന്റെ മുകളിലായിട്ട് അവൾ കയറി നിൽക്കാണ്. കഴുത്തിൽ ഒരു കഷ്ണം കയറും ഉണ്ട്. എന്താ നടക്കാൻ പോകുന്നതെന്ന് അവളുടെ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ അവളോട് കരഞ്ഞു പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് നീ അത് ചെയ്യല്ലേ എന്ന്. എന്ന അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ താഴേക്ക് ചാടുകയാണ്. മാത്രമല്ല ആ ഒരു കയറിൽ തൂങ്ങി പെടഞ്ഞുകൊണ്ട് അവൾ മരണപ്പെടുന്നുണ്ട്. ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ആ ഒരു സ്ത്രീ വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ട്. മാത്രമല്ല തന്റെ മകളുടെ ദുരാത്മാവ് അതൊരു ശല്യമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ വരാതിരിക്കാനായിട്ട് ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ത്രീ അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ആ ഒരു ചോ, അതുപോലെ തന്നെ ആ ഒരു കാർപ്പൻറ്റർ, ഇവർ രണ്ടുപേരും ഇവിടുന്ന് പോവാണ്. അധികം നേരം ഇവിടെ നിൽക്കാൻ ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് അരിച്ചില്ലെന്ന്. മാത്രമല്ല ഹീറോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നുണ പറഞ്ഞായിരുന്നു? അതായത് ചെറുപ്പം മുതൽ ഒരു കാര്യം ഓർമ്മയില്ല എന്ന് പറയുന്നില്ലേ, നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ലേ? ഇപ്പൊ ഹീറോ പറയാണ്, ഇല്ലടോ എനിക്കൊരു കാര്യം ഓർമ്മയില്ല, കാരണം അന്ന് എനിക്ക് 5 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഹീറോയും ചോദിക്കുകയാണ്, നിന്റെ ചേച്ചി തൂങ്ങി മരിച്ച കാര്യം നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഹീറോ ഒന്നും പറയുന്നില്ല. കാരണം ആ ഒരു കാര്യം അവനെ അറിയായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹീറോയിന്റെ അടുത്ത് ഹീറോ മറച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഒരു പേടിയോടെ കുറച്ച് ദയനീയമായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യം കാശല്ലേ? അതെങ്ങനെയെങ്കിലും ഞാൻ ചോദിച്ചിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ മേടിച്ചു തരാം. അവരുടെ കയ്യിൽ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീട് വിട്ട് നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു. ഇത് കേട്ട സമയത്ത് ഹീറോ പറയാണ്, ഇല്ല നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ കാശ് കണ്ടിട്ടല്ല ഞാൻ നിന്നെ കെട്ടിയത്. അവരുടെ കാശ് മേടിക്കുന്നതിന് നല്ലത് വേണ്ട, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, അതെന്തായാലും വേണ്ടാന്ന് പറയാണ് ഇപ്പൊ ഹീറോ. അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഈ വീടും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലവും ഇല്ലേ, ഇത് വിറ്റാ എനിക്ക് കാശ് കിട്ടില്ലേ? അപ്പൊ ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്തിനാ ഇരുന്നുകൊണ്ട് ചെല്ലുന്നേ? നമുക്ക് ജീവിക്കാനായിട്ട് ഇങ്ങനെ ഒരു മാർഗമുള്ള സമയത്ത് എന്തിനാണ് നീ വെറുതെ തോന്നുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറയല്ലേ? ഈ പ്രേതം ഭൂതം ഇതൊന്നും ഇല്ല. അതായത് എന്താണോ ഹീറോയിൻ പറയുന്നത് അതൊരു തരി പോലും കേൾക്കാനായിട്ട് ഹീറോ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി അവനിപ്പോ ഭയങ്കര വിഷമിച്ച് ആ ഒരു വീടിന്റെ പുറത്തു പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ചേച്ചിയും ആലോചിച്ചുകൊണ്ട്. കാരണം എന്താ, ചേച്ചിയെ അവൻ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, അത്രത്തോളം ഇഷ്ടമായിരുന്നു ചേച്ചിയെ. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു ശബ്ദവും കാര്യങ്ങളും സിഗ്നൽ നഷ്ടപ്പെടുകയാണ്. ഇതെന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് കരുതിയിട്ട് ഹീറോ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ ചെവിയിൽ വെച്ച് നോക്കുകയാണ്, ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. അതേ സമയത്തിന്റെ ചെറുപ്പത്തിൽ അവൻ എങ്ങനെയാണോ അവന്റെ ചേച്ചി വിളിച്ചത് അതുപോലെയുള്ള ഒരു ശബ്ദം ഈ ഒരു റേഡിയോയുടെ ഉള്ളിൽ നിന്നും അവൻ കേൾക്കുകയാണ്. ശരിക്കും വിറച്ചു പോകണം അവന്. പേടിച്ചു പോയ അവൻ ആ ഒരു റേഡിയോയിൽ ഒന്നുകൂടെ ചെവി വെച്ച് നോക്കുന്നുണ്ട്. തോന്നലാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണെന്ന് വെച്ച് നോക്കുമ്പോൾ വീണ്ടും അതാ അവന്റെ പേര് വിളിക്കുകയാണ് അവന്റെ ആ ഒരു ചേച്ചി. ഞെട്ടിപ്പോയ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഒരു റേഡിയോ തല്ലി പൊളിച്ചു കളയുന്നുണ്ട്. മാത്രമല്ല അവൻ അവിടുന്ന് വേഗം രക്ഷപ്പെട്ട് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ എവിടുന്നാന്നറിയില്ല തൂങ്ങിക്കിടക്കുന്ന ഒരു രൂപം വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുകയാണ്. വെപ്രാളത്തിൽ ഭയം കാരണം അവൻ നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ നിലത്ത് കിടന്ന് സ്വന്തം കഴുത്തിൽ അവൻ തന്നെ പിടിച്ച് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ വേഗം തന്നെ വന്ന് അവന്റെ ആ ഒരു കൈ പിടിച്ചു മാറ്റുകയാണ്. കുറെ നേരം അവനോട് സംസാരിച്ചപ്പോൾ അവന്റെ ആ ഒരു സ്വബോധം തിരിച്ചു കിട്ടുകയാണ് കേട്ടോ. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അവൻ വല്ലാതെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ പറയാണ്, നീ പറഞ്ഞത് സത്യമാണ്, ഞാനും കണ്ട ആ ഒരു രൂപത്തെ. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോവാന്ന് ഹീറോ പറയാണ്. ആഹാ ഫസ്റ്റ് ഇത് തന്നെയല്ലേ വന്നപ്പോ മുതൽ ഈ ചെങ്ങായിയോട് ഞാൻ പറയുന്നത്, ഇപ്പൊ ഒന്ന് അനുഭവിച്ചപ്പോ പോവാന്നായില്ലേ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. എന്തായാലും അവൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.
ഓർക്കുന്നുണ്ടാവും. ഇവിടെ വെച്ച് വീണ്ടും നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് മകള് മരിച്ചുപോയല്ലോ ഇതുപോലെ തൂങ്ങിയിട്ട്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഹീറോയുടെ അമ്മ ഭയങ്കരമായിട്ട് കരച്ചിലാണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു അച്ഛനും. ഇപ്പൊ അച്ഛൻ പറയാണ്, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല, നീ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ടൊക്കെ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അബദ്ധം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ആ ഒരു ചങ്ങലയിൽ പൂട്ടിയിട്ടത്. പക്ഷെ ഞാൻ എന്തിനാണ് അത് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നീ അവളെ തുറന്നു വിട്ടു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്ക് മാത്രമല്ല മോളോട് എനിക്കും സ്നേഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, സംഭവിച്ചു പോയില്ലേ. ഇതെല്ലാം പറഞ്ഞിട്ട് അയാൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കുളിക്കുന്നത് പോലെ അവിടെ ഇരുന്നുകൊണ്ട് നിലവിളിച്ച് കരയാണ് കേട്ടോ. കാരണം ആ ഒരു മനുഷ്യനും അത്രത്തോളം മകളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ എന്തായാലും ബാത്റൂമിലേക്ക് പോയതല്ലേ, ഒന്ന് കുളിച്ചേക്കാന്ന് കരുതിയിട്ട് ഇയാൾ തലയിൽ സോപ്പെല്ലാം തേച്ച് കണ്ണിലിങ്ങനെ നേറി നിൽക്കുന്ന സമയത്ത് ചുറ്റും ആരോ വിളിക്കുന്നത് പോലെ, ആരോ നടക്കുന്നത് പോലെയൊക്കെ ആയിട്ട് ഇയാൾക്ക് തോന്നുകയാണ്. അച്ഛാ അച്ഛാ, എന്നോട് അച്ഛന് അത്രയും സ്നേഹമാണോ അച്ഛാ? ഇപ്പൊ ആകെ പേടിച്ചു പോയ ഈ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയോ കണ്ണിങ്ങനെ തുടച്ചിട്ട് ചെറുതായിട്ട് എന്താ പറയാ മുഴുവനായിട്ട് തുറക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബാത്റൂമിന്റെ മൂലയിലായിട്ട് ഒരു കറുത്ത രൂപം ഇയാളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് ഇയാൾക്ക് കാണാൻ പറ്റി. ആകെ പേടിച്ചു പോവാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സോപ്പ് താഴെ വീണു. ആ സോപ്പിൽ തന്നെ ചവിട്ടി ഇയാൾ തെന്നി അടിച്ച് വീണ് തല തറയിലടിച്ച് ഇയാൾ മരണപ്പെട്ടു പോവാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ ഹീറോയുടെ അമ്മ ഉണ്ടല്ലോ, അവന് വേണ്ടി എപ്പോഴും ഡയറിയും കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഡയറിയിൽ അവന് വേണ്ടി തന്നെ എന്തോ ഒന്ന് എഴുതിയതുപോലെ ഉണ്ട്. അത് അവൻ വായിച്ചു നോക്കുകയാണ്. അതായത് ചേച്ചി ഇതുപോലെ മരണപ്പെട്ട സമയത്ത് അതൊരു ദുഷ്ടശക്തിയായിട്ട്, ഒരു പിശാചായിട്ട് വരാതിരിക്കാനായിട്ട് ചില മന്ത്രവും കർമ്മവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. അതിന് കാരണം അവൾ വിവാഹത്തിന്റെ അന്ന് ധരിച്ചിരുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ചടങ്ങ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയത്. ഇപ്പോഴും അവളുടെ ആ ആത്മാവ് ശാന്തി ലഭിക്കാതെ ഒരു പിശാചിനെ പോലെ ഇവിടെ അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന് അവന്റെ അമ്മ അവന് വേണ്ടി ആ ഒരു ഡയറിയിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ ഹീറോ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തായാലും ഇവിടെ അങ്ങനെ വിട്ടു പോകാൻ കഴിയില്ല. ചേച്ചിയുടെ ആ ഒരു വിവാഹ വസ്ത്രം കണ്ടുപിടിക്കണം. എന്ത് പൂജയാണോ അന്ന് അവന്റെ അമ്മ ചെയ്യാൻ നോക്കിയത്, ആ ഒരു പൂജ അത് കംപ്ലീറ്റ് ചെയ്യണം. ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കണം. ഇതിനുശേഷം ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ വിറ്റ് ഇവിടുന്ന് പോവാന്ന് അവൻ തീരുമാനിക്കണം. മാത്രമല്ല പിന്നീട് ആ ഒരു രാത്രി തന്നെ ചേച്ചിയുടെ ആ ഒരു വിവാഹ വസ്ത്രം അവനിപ്പോ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ചേച്ചിയുടെ ആ ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ്. ആ മുറിയിലേക്ക് എത്തിയ സമയത്ത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് അവന് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. പിന്നീട് അരണ്ട് വിളിച്ചതിൽ അതിനെ കാണാനും കഴിയുന്നുണ്ട്. വല്ലാണ്ട് പേടിച്ചു പോയ അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്തിന് വീടിന്റെ ഉള്ളിലാണല്ലോ അവന്റെ ഭാര്യ കിടന്നുറങ്ങുന്നത്. അവൾ ഈ കാര്യമൊന്നും അറിയുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ശബ്ദവും ബഹളം കേട്ടിട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുത്ത് ഹസ്ബൻഡ് ഇല്ല. അപ്പൊ പുറത്ത് വാതിൽ തുറന്നെടുക്കാണ്. പുറത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ അടഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവൻ നോക്കുമ്പോൾ ആ ഒരു മരം, അതായത് അവന്റെ ചേച്ചി തൂങ്ങി മരണപ്പെട്ട ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ശവം അതിന്റെ മേലെ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. മാത്രമല്ല വീടിന്റെ മുകളിലൂടെ ഇതൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നതായിട്ട് അവൻ കാണുകയാണ്. അവസാനം വീടിന്റെ ഉള്ളിലേക്കും ആ ഒരു ആത്മാവ് കയറി പോകുന്നുണ്ട്. എന്നാൽ വീടിന്റെ ഉള്ളിൽ ആ റൂമിൽ ലോക്കായി നിൽക്കുകയാണല്ലോ നമ്മുടെ ഹീറോയിന്. അവളുടെ തൊട്ട് പിന്നിൽ എന്ന് പറയാൻ പറ്റില്ല, ആ റൂമിന്റെ ഒരു മൂലയ്ക്കായിട്ട് ആ രൂപം വന്ന് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ ആ ഒരു നിലവിളി കേട്ടിട്ട് ഹീറോ ഉള്ളിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. എന്നാൽ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ പതിയെ പതിയെ ആ ഒരു രൂപം അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉറക്കാൻ അവള് നിലവിളിക്കുകയാണ്. നീ എവിടെയാടാ, ഓടി വന്ന് രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞിട്ട് പേടി കാരണം അവളിങ്ങനെ നിലവിളിക്കുമ്പോൾ ഇപ്പോ ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ല. അവനിപ്പോ ആ ഒരു വീടിന് ചുറ്റും അങ്ങനെ ഓടി നടക്കുകയാണ്. ഇതേ സമയത്ത് അന്നൊരു പൈപ്പിന്റെ കഷ്ണത്തിന്റെ ഇടയിൽ നിന്നും അവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ലേ, അതിന്റെ മുകളിലേക്ക് തന്നെ അവൻ വീഴുന്നുണ്ട്. കാലിന് മുറിയാവുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു പ്രേതത്തിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ തൊട്ടടുക്കൽ വരെ അത് എത്താനായിട്ടുണ്ട്. ആ ഒരു ചങ്ങല ഇങ്ങനെ നിലത്ത് ഇഴയുന്ന ആ ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ പയ്യെ 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 അവളെ തൊടാനായിട്ട് ആ ഒരു ആത്മാവ് എത്തിയിട്ടുണ്ട് ഇപ്പോ. എന്നാൽ അപ്പോഴേക്കും ആ ഒരു വാതിൽ എങ്ങനെയൊക്കെയോ തല്ലി പൊളിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് വരികയാണ്. അവളെ രക്ഷപ്പെടുത്തുകയാണ്. അവളാകെ പേടിച്ച് കരഞ്ഞ് തളർന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റൂമിൽ നിങ്ങൾ പെട്ടുകിടക്കുകയാണ്. നിങ്ങളുടെ പിന്നിൽ പതിയെ 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 ആ ഒരു രൂപം വരുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾ പേടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ പേടിച്ച് വിറച്ചു പോയിരുന്നു. ഇപ്പൊ അവളോട് നമ്മുടെ ഹീറോ കാര്യങ്ങൾ പറയാണ്. ഇതുപോലെ എന്റെ ചേച്ചിയുടെ ആത്മാവ് മരിച്ചതിന് ശേഷം ഒരു പിശാചായി മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഇതുപോലൊരു ചടങ്ങ് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കണം. അതിന് ചേച്ചിയുടെ വിവാഹ വസ്ത്രം ആവശ്യമാണ്. രണ്ടുപേരും എന്തായാലും വേഗം തന്നെ ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട്. ഇതിനിടയിൽ ചേച്ചിയുടെ ആ ഒരു വസ്ത്രവും ഇവർ തപ്പി നോക്കുകയാണ്. ശരിക്കും ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അതായത് അവരുടെ അമ്മയും ഇതുപോലെ ചേച്ചിയുടെ ആ ഒരു വസ്ത്രം തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വസ്ത്രം നോക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ആ ഒരു ശബ്ദം അവരുടെ അമ്മയും കേൾക്കുന്നത്. അതായത് ചങ്ങല വലിയ ഇവരുടെ അടുത്തേക്ക് ആ ഒരു ആത്മാവ് വരുന്നുണ്ട്. എന്നാൽ ആ അമ്മയ്ക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. ആ ആത്മാവാണെങ്കിലും അത് തന്റെ മകളാണല്ലോ, അതുകൊണ്ട് വലിയ ഭയം കാണിച്ചില്ല. അതിനൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പിശാചായി മാറിയ ആ ഒരു മകൾ അമ്മയെ തന്നെ അവിടെ വെച്ച് കൊന്നുകളയാണ്. അതായത് ഈ പിശാചിനിപ്പോ ഒരു ദയോ കാരുണ്യോ ഒന്നുമില്ല, വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പിശാചായിട്ട് മാറിയിരിക്കുകയാണ് അവന്റെ ചേച്ചിയുടെ ആ ഒരു ആത്മാവ്. ഇപ്പൊ പ്രസന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ഈ ആത്മാവിന്റെ ആ ഒരു ശല്യം കാരണം തലയിലുള്ളിലേക്ക് വല്ലാത്ത വേദന വന്നിട്ട് അങ്ങനെ തല പിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ ഹീറോ ഉറക്കനെ വിളിച്ച് പറയാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ കയറി വന്ന് ഞങ്ങളുടെ ഫാമിലിയെ ഇങ്ങനെ
ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒന്ന് പോയിത്താ, ഞങ്ങൾ ഉപദ്രവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിലവിളിക്കുന്ന സമയത്ത് വേദന കാരണം നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവന്റെ കയ്യിൽ ഇറുക്കി പിടിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവളുടെ നഖം കൊണ്ട് ഹീറോയുടെ ആ ഒരു കൈയെ കയറി പോവാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്. അതായത് വീണ്ടും നമ്മളെ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. ചെറിയ പ്രായത്തിൽ, അതായത് നമ്മുടെ ഹീറോയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ചേച്ചിക്ക് ഇതുപോലെ മാനസികമായത്, ഭർത്താവ് മരിച്ചതുകൊണ്ട് തന്നെ. മാത്രമല്ല ആ ഒരു കല്യാണ പുടവ ഉണ്ടല്ലോ അതൊരു പെട്ടിയിലാക്കിയിട്ട് ആരും കാണാതെ ഒരു പ്രാന്തമായ രീതിയിൽ അവൾ അങ്ങനെ കൊണ്ടു കിടക്കായിരുന്നു. അത് ഏതോ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് ആര് കണ്ടിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ദേഷ്യത്തില് അന്ന് അവന്റെ ചേച്ചി അവനെ നഖം കൊണ്ട് മാന്തി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് അവന്റെ അച്ഛൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ആ ഒരു റൂമിൽ ചങ്ങലയിൽ പൂട്ടിയിട്ടതും. ചങ്ങലയിൽ പൂട്ടിയിട്ട സമയത്ത് അവൾ ഒരുപാട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞായിട്ടുള്ള അമ്മ ഹീറോ അവളുടെ മുന്നിലിരുന്ന് ദയനീയമായിട്ട് അവളെ നോക്കുന്ന സമയത്ത് അവൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദയവ് ചെയ്ത് അഴിച്ചുക, രക്ഷപ്പെടുത്ത്. എന്നാൽ കുഞ്ഞായിരിക്കുന്ന നമ്മുടെ ഹീറോ ഇതെല്ലാം കണ്ട് വല്ലാതെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഹീറോയ്ക്ക് ആ ഒരു പെട്ടി അല്ലെങ്കിൽ ആ പെട്ടിയിലെ വസ്ത്രം അതെവിടെയാ വെച്ചെന്ന് ഇപ്പൊ ഓർമ്മ വന്നല്ലോ. എന്തായാലും അത് എടുക്കാനായിട്ട് പോവാണ്. നീ എന്തായാലും സേഫ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന് പറയാണ്. അങ്ങനെ കാലിൽ മുറിയുണ്ട്. വെച്ചുകൊണ്ട് ഹീറോ പോയി. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ഉള്ളിലേക്ക് ആ ഒരു ആത്മാവ് വന്നിട്ട് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന കൊടുക്കുകയാണ്. അതാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. വേദന കൊണ്ട് അവൾ അങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദന സഹിച്ച് അവളുടെ ബോധം നഷ്ടമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണ് തുറക്കുകയാണ്. മുഖമൊക്കെ മാറിയിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഒരു പിശാചിന്റെ രൂപത്തിലേക്ക് അവൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആ ഒരു പെട്ടി അതെവിടെയാ വെച്ചതെന്ന് അവന് മനസ്സിലായല്ലോ. നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഒരു പെട്ടി എടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ആ ഒരു കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നു. ഇത് വെച്ച് ഇനി ആ ഒരു പൂജ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന്. ഇതേ സമയത്ത് തന്നെ അവന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വന്ന ആ ഒരു ആത്മാവ് അവന്റെ ഭാര്യയുടെ അതേ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനെ ആക്രമിക്കാനായിട്ട് ഒരു കോടാലി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അവന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട ഒരു കുപ്പി എടുക്കുകയാണ്. അവന്റെ ഭാര്യയാണ് അടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അവൾ അടിക്കുകയാണ്. അവൾ നിലത്തേക്ക് വീണു. ആ ഗ്യാപ്പിന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ഓടുകയാണ്. മാത്രമല്ല വാതിലും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു പാതി നിന്ന് പോയ പൂജ ഉണ്ടല്ലോ അത് രണ്ടാമതും ആരംഭിക്കുകയാണ്. പക്ഷെ അവനെ പരമാവധി പേടിപ്പിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഈ ആ ആത്മാവ് വളരെയധികം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിഘോരമായിട്ടുള്ള ഭയം തോന്നുന്ന ആ ഒരു രൂപത്തെ കണ്ടിട്ടും അവൻ പിന്തിരിഞ്ഞില്ല. മനഃശക്തി അതുള്ളത് കൊണ്ട് മാത്രം ആ ഒരു പൂജ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവസാന ഘട്ടമായിട്ട് ആ ഒരു തുണിയുണ്ടല്ലോ കല്യാണ ഡ്രസ്സ് അത് തീയിലിട്ടുകൊണ്ട് ഈ പൂജയെ കംപ്ലീറ്റ് ചെയ്യണം. ഇതേ സമയത്ത് തന്നെ ആ ആത്മാവ് ഒരു സൈക്കോളജിക്കൽ മൂവ് എടുക്കുകയാണ്. അതായത് അവന്റെ ഭാര്യയുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറിയിട്ട് ഭാര്യ വളരെ ദയനീയമായിട്ട് അവനോട് സംസാരിക്കുന്നത് പോലെ, ചേട്ടാ എനിക്ക് പേടിയാവുന്നു, ആരൊക്കെയോ എന്നെ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവുന്നു ചേട്ടാ, എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞിട്ട് അവനിങ്ങനെ എന്താ പറയാ സൈക്കോളജിക്കലി അവന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പിശാച്. സത്യം പറയുകയാണെങ്കിൽ പിശാചിന്റെ ട്രാപ്പിൽ അവൻ വീണുപോയി. വാതിൽ തുറന്നുകൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവള് കെട്ടിപ്പിടിച്ച് കരയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഭാര്യ അത് അഭിനയിക്കായിരുന്നല്ലോ, അവളുടെ ഉള്ളിൽ ആ ഒരു ആത്മാവാണല്ലോ, അവനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുകയാണ്. എന്ന് ഈ സമയത്ത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ആ ഭാര്യ ഇറുക്കി പിടിച്ച് അവൻ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പുടവയുണ്ടല്ലോ അത് നേരെ തീയിലേക്ക് എറിയാണ്. അവസാനം ആ ഒരു പൂജ അത് പൂർത്തിയായിട്ടുണ്ട്. ആ പൂജ പൂർത്തിയായതുകൊണ്ട് തന്നെ ആ ഒരു പൈശാചികമായിട്ടുള്ള ശക്തി ഇവിടം വിട്ടു പോവാണിപ്പോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രണ്ടുപേരും ആ ഒരു ശക്തിയുടെ കയ്യിൽ നിന്നും ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ. എല്ലാം ബാക്ക് ടു നോർമൽ എന്നതുപോലെ പഴയതുപോലെ ആവുകയാണ്. മാത്രമല്ല നമ്മുടെ ഹീറോ വിചാരിച്ചതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിലയ്ക്ക് ഈ വീട് വിൽക്കാനും കഴിഞ്ഞു. അങ്ങനെ ആ ഒരു കാശെല്ലാം കിട്ടിയിട്ട് ഇവര് തിരിച്ചു വരികയാണ്. ഇവരിങ്ങോട്ടേക്ക് വന്ന സമയത്ത് സ്വീകരിച്ച ആ ഒരു ചോന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അമ്മയുടെ ഡയറി ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹീറോ വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അവസാനത്തെ ചില പേജുകൾ കൂടെ വായിക്കാനുണ്ടായിരുന്നു. ആ പേജ് അങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് ഹീറോ ഇതുവരെയായിട്ടും അറിയാത്ത ഒരു രഹസ്യം അറിയാണ്. അതായത് അവന്റെ ചേച്ചി മരണപ്പെടുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് നമ്മുടെ ഹീറോ ഇതൊക്കെ കണ്ടത്. അതുകൊണ്ടാണ് അവന്റെ ചേച്ചി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അവന് ഓർമ്മയില്ലാതിരുന്നത്. അന്ന് അവന്റെ ആ ഒരു ചേച്ചി ഉണ്ടല്ലോ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് വയറ്റിനുള്ളിൽ വെച്ച് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ആ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ആ ഒരു കുഞ്ഞിനെയും കുഴിച്ചിട്ടത്. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇവരുടെ നാട്ടിലെ ആ ഒരു വിശ്വാസവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ആ സമയത്ത് നഖം വെട്ടാൻ പാടില്ല. അങ്ങനെ നഖം വെട്ടിയത് കൊണ്ടാണ് ഗർഭിണിയായിരിക്കുന്ന നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ വയറ്റിനുള്ളിലേക്ക് ആ ഒരു പിശാച് വന്നതും അവളെ ഈ രീതിയിലേക്കൊക്കെ മാറ്റിയതും പിന്നീട് മരണപ്പെട്ടു പോയപ്പോൾ ഒരു പൈശാചികമായിട്ടുള്ള ആത്മാവായിട്ട് മാറിയതും ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ വിറക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഗർഭിണിയായിട്ടുള്ള അവന്റെ ഭാര്യയുമായിട്ട് ആ ഒരു വീട്ടിലേക്ക് ചെന്നു. എന്നാൽ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഗർഭിണിയായിരിക്കുന്ന അവളുടെ നഖവും വെട്ടി അതുപോലെ തന്നെ മുടിയും വെട്ടി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പൈശാചിക ശക്തി അവളുടെ ഉള്ളിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ഇവർ ആ ഒരു ശക്തിയുടെ കയ്യിൽ നിന്നും ഇപ്പോഴും നിലവിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പൊ ചോയുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് ഇവർ വന്നു ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ മോളെ രാത്രിയാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ആ ഒരു ഭാഗത്തുനിന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആ ഒരു അമ്മൂമ്മ ഉണ്ടല്ലോ, ആ അമ്മൂമ്മ നമ്മുടെ ഹീറോയിനെ വല്ലാത്തൊരു രീതിയിൽ അങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും അവളെ നോക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻ താഴേക്ക് നോക്കുമ്പോൾ അവളുടെ കാലിന്റെ ഇടയിലൂടെ ബ്ലഡ് ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. യെസ്, ആ പിശാച് അത്ര പെട്ടെന്നൊന്നും പോവില്ല. അവൻ വീണ്ടും വന്നിരിക്കുകയാണ്. ചില
ചിലപ്പോൾ നമ്മുടെ ഹീറോയിന്റെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിലൂടെയായിരിക്കും അവൻ ഇനി വരാൻ പോകുന്നത്. എന്തായാലും കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഇതിനേക്കാൾ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.